വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ഒരു ഹോളിവുഡ് സിനിമാ സ്റ്റൈലിൽ അമേരിക്കൻ സൈന്യം പൊക്കിക്കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ആ ഓപ്പറേഷൻ ലോകമെമ്പാടും വലിയ ചർച്ചയുമായിരുന്നു. എന്നാൽ ആ കളി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മഡൂറോയെ പൊക്കിയ അതേ തന്ത്രം, അതേ ഹോളിവുഡ് സ്റ്റൈൽ പ്ലേബുക്ക് ഇപ്പോൾ മറ്റൊരു രാജ്യത്തിന് നേരെയും പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ഇത്തവണ ട്രംപിന്റെ ഉന്നം ക്യൂബയാണ്. ലക്ഷ്യം വെക്കുന്നത് സാക്ഷാൽ ഫിദൽ കാസ്ട്രോയുടെ സഹോദരനെയും മുൻ ക്യൂബൻ പ്രസിഡന്റുമായിട്ടുള്ള 94 വയസ്സുകാരൻ റൗൾ കാസ്ട്രോയെ. ട്രംപിന്റെ പുതിയ വിദേശകാര്യ ലീലാവിലാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയ്ക്ക് മേലുള്ള സമ്മർദ്ദം അതിരൂക്ഷമാക്കിയിരിക്കുകയാണ്. മിയാമിയിലെ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ റൗൾ കാസ്ട്രോയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുന്ന തിരക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ. വെനസ്വേലയിൽ മഡൂറോയ്ക്കെതിരെ കുറ്റപത്രം ചുമത്തിയതിനു ശേഷമാണ് അമേരിക്കൻ സൈന്യം അവിടെ കയറി അദ്ദേഹത്തെ പിടികൂടിയത്. സമാനമായ ഒരു ഭീഷണിയാണ് ഇപ്പോൾ ക്യൂബയ്ക്ക് നേരെയും അമേരിക്ക ഉയർത്തുന്നത്. ഇതിന്റെ ഭാഗമായി ക്യൂബൻ അതിർത്തികളിൽ അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് ഹവാന സന്ദർശിച്ചിരുന്നു. ക്യൂബൻ തലസ്ഥാനമായിട്ടുള്ള ഹവാന സന്ദർശിച്ചിരുന്നു. റൗൾ കാസ്ട്രോയുടെ കൊച്ചുമകൻ റൗളിറ്റോയുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം വളരെ കർശനമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയത്. ക്യൂബയിലുള്ള റഷ്യയുടെയും ചൈനയുടെയും ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ഉടൻ കൂട്ടണം. ചുരുക്കത്തിൽ അമേരിക്ക പറയുന്നത് കേട്ടില്ലെങ്കിൽ മഡൂറോയുടെ ഗതി വരും എന്നൊരു നഗ്നമായ ഭീഷണിയാണിത്. എന്തിനാണ് ഇപ്പോൾ 94 വയസ്സുള്ള റൗൾ കാസ്ട്രോയെ അമേരിക്ക നോട്ടമിടുന്നത്? അതിനു പിന്നിൽ 1996 നടന്ന ഒരു പഴയ സംഭവമാണ്. ബ്രദേഴ്സ് ടു ദ റെസ്ക്യൂ എന്ന സംഘടനയുടെ 2 വിമാനങ്ങൾ ഫ്ലോറിഡ കടലിടുക്കിൽ വെച്ച് ക്യൂബൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു. അന്ന് 3 അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ആ സമയത്ത് ക്യൂബയുടെ പ്രതിരോധ മന്ത്രി റൗൾ കാസ്ട്രോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഉത്തരവിലാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇതിനെ രക്തരൂക്ഷിതമായ കൊലപാതകം എന്നാണ് അമേരിക്കൻ ജനപ്രതിനിധികൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് ക്യൂബയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ഹെംസ് ബർട്ടൺ ആക്ട് അമേരിക്ക പാസാക്കിയത്. ആ പഴയ കേസ് പൊടിതട്ടിയെടുത്ത് കാസ്ട്രോയെ കൊടുക്കാനാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കം. 20 വർഷം മുൻപ് മരിച്ചുപോയ ആ 3 അമേരിക്കൻ പൗരന്മാരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ട്രംപ് ഇത് ചെയ്യുന്നത്. ക്യൂബയെ വരിഞ്ഞു മുറുക്കി തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ട്രംപിന്റെ തന്ത്രം മാത്രമാണിത്. അതിനൊരു കാരണം മാത്രമാണ് ഈ അറസ്റ്റ് നാടകമൊക്കെ. പ്രസിഡന്റ് ട്രംപ് താൻ ഉദ്ദേശിച്ച ഫലം കിട്ടാത്തതിൽ കടുത്ത നിരാശയിലാണ്. അതുകൊണ്ട് ക്യൂബയെ കൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യിക്കാൻ അവർ പരമാവധി സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നാണ് മുൻ അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഫ്രാങ്ക് ഒ മോറ പറയുന്നത്. വെനസ്വേലയിൽ കമാൻഡോകളെ ഇറക്കി കളിച്ചതിനേക്കാൾ എളുപ്പത്തിൽ ക്യൂബയിൽ ട്രംപിന് ഓപ്പറേഷൻ നടത്താൻ കഴിയും. 94 വയസ്സുള്ള ഒരു വയോധികന് നേരെ ഒരു തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഒരു രാജ്യത്തിൽ കയറി സൈനിക ഓപ്പറേഷൻ നടത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ അമേരിക്കൻ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം മിഡിൽ ഈസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് അത് സൈന്യത്തിന് മേൽ അനാവശ്യ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ട്രംപ് അതൊന്നും വകവയ്ക്കാതെ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് ഉത്തരവിട്ടേക്കാം എന്ന് ക്യൂബ ഭയപ്പെടുന്നുണ്ട്. ട്രംപിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാനും കഴിയില്ലല്ലോ. അകമേ ഭയക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഈ വെല്ലുവിളികളെ പുറമെ പുച്ഛിച്ചു തള്ളുകയാണ് ക്യൂബ. ഹെംസ് ബർട്ടൺ നിയമത്തെ ഒരു രാക്ഷസത്വം എന്നാണ് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡയസ് കനാൽ അടുത്തിടെ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ സർവകലാശാലയിലെ ക്യൂബൻ വിദഗ്ധനായ വില്യം ലിയോഗ്രാൻഡ് വ്യക്തമാക്കുന്നത് പോലെ ക്യൂബക്കാർ അങ്ങനെ പെട്ടെന്ന് പേടിച്ച് പിന്മാറുന്ന കൂട്ടരല്ല. സാമ്പത്തിക ഉപരോധം, സൈനിക അധിനിവേശം, കുറ്റപത്രം എന്നിവയെല്ലാം ഉപയോഗിച്ച് ക്യൂബയെ മുട്ടുകുത്തിക്കാമെന്ന ട്രംപിന്റെ മോഹം സത്യമാകുമോ? അത് പൂവണിയുമോ? അമേരിക്കയുടെ ഈ കമാൻഡോ കളിക്ക് മുന്നിൽ ക്യൂബൻ തലസ്ഥാനമായ ഹവാന കീഴടങ്ങുമോ? അതോ അവസാന നിമിഷം കാക്കാനായി റഷ്യയും ചൈനയും എത്തുമോ? എങ്കിലത് ട്രംപിന്റെ 2ാം ഊഴത്തിലെ 2ാമത്തെ നിർണായക വിദേശകാര്യ പരീക്ഷണമായി മാറും ഇറാന് ശേഷം. എന്തായാലും റഷ്യയും ചൈനയും ഇടപെട്ടില്ലെങ്കിൽ ക്യൂബയ്ക്ക് അമേരിക്കയെ പ്രതിരോധിക്കാനാകില്ല എന്നത് പകൽ പോലെ വ്യക്തമായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സഖാക്കൾ വെറുതെ പകൽക്കിനാവ് കാണേണ്ടതില്ല. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് കേരളം.